ഹലോ, ഇന്ന് പീക്കാച്ചുവിൻ്റെ വാക്സിനേഷൻ ഡേ ആയിരുന്നേ. 9 മാസത്തിൻ്റെ വാക്സിനേഷനാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റു, കഞ്ഞെടുപ്പിട്ടു, ചെറിയൊരു കറി വെച്ചു. പൊന്നൂസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുളിച്ചൊരുങ്ങി കേട്ടോ. ഞാനും പീക്കാച്ചും ഇങ്ങോട്ട് പൊന്നൂസിനെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പോവാം, ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. നല്ല വെയിലായിരുന്നു. നല്ല കട്ട വെയിലത്ത് ഞങ്ങളിവിടെ കട്ട പോസ്റ്റായിട്ടിരിക്കുകയാണ്. വെയിൽ സഹിക്കാൻ പറ്റൂല കേട്ടോ, നല്ല വെയിലാണ്. ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. ചേച്ചിക്ക് ഇപ്പോൾ പനി തുടങ്ങിയിട്ട് കുറേ നാളായി. പോകുന്ന വഴിക്ക് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ ഒരു വലിയ പാറമടയൊക്കെ ഉണ്ട്. തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലായിരുന്നു പോയത്. നേരെ ചെന്ന് തൃപ്പൂണിത്തുറ ചെന്നു. വാക്സിനേഷൻ എടുക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ വാക്സിനേഷൻ എടുക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തത്. പീക്കാച്ചു കൂടി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പം കരയാ. അറിയില്ലല്ലോ കുത്തു കിട്ടാനാ പോകുന്നതെന്ന്. പാവം ചിരിക്കുക. കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ അവിടെ തന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈറ്റമിൻ ഇ അല്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കേട്ടോ. അത് കൊടുത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും. ഇത് കേട്ട് നോക്ക്, എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇടിക്കും. എടീരല്ലേ, എനിക്ക് കൈപ്പൊക്കെ തരുമല്ലേ എന്നൊക്കെയായിരിക്കും പീക്കാച്ചു ഉദ്ദേശിച്ചത്. വാക്സിനേഷൻ കുത്തുമ്പോൾ ഇനി എന്തൊക്കെ ചെയ്യുമെന്തോ. എന്തായാലും പെട്ടെന്ന് തന്നെ വാക്സിനേഷൻ എടുത്തു കേട്ടോ. അന്നേരം കരഞ്ഞതല്ലാതെ പിന്നെ കരഞ്ഞൊന്നുമില്ല. പിന്നെ പനിക്കില്ല എന്നാണ് പറഞ്ഞത്, വേദന മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. വൈകുന്നേരം അറിയാം. പിന്നെ ഇതാണ് കേട്ടോ കിണ്ണത്തപ്പം. ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത്. പീക്കാച്ചുവിന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാനൊരു ഷാർജയും ചേച്ചി ഒരു ചായയും കുടിച്ചു. ബസ് അന്നേരം തന്നെ കിട്ടി, സ്റ്റാൻഡിൽ നിന്ന് തന്നെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഇങ്ങനെ പോകുന്നു കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ഫാൻസി ഷോപ്പിൽ കയറിയായിരുന്നു. അവിടുത്തെ കമ്മൽ കണ്ടപ്പോൾ ചുമ്മാ ഫോട്ടോ എടുക്കാൻ തോന്നി, വീഡിയോ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ വർത്തമാനം പറയുന്നതിൻ്റെ കൂടെ തന്നെ പീക്കാച്ചും വർത്തമാനം പറയുന്നുണ്ട്. അവിടുത്തെ കേട്ടോ കഥകളി. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു. അവിടുത്തെ പീക്കാച്ചുവിൻ്റെ വിശേഷമൊക്കെ അവിടെയുള്ള ചേച്ചിയൊക്കെ ചോദിച്ചു. പിന്നെ അവിടെ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ ഒരു വീഡിയോ മാത്രം എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.